കിങ്ങിണിക്കുട്ടൻ്റെ ആരും കേൾക്കാത്ത ചതിയുടെ കഥ പറയാനാണെങ്കിൽ ഏറെയാണുള്ളത്. ആദ്യം സ്വന്തം അച്ഛനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് കൊടികുത്തി അരങ്ങ് തകർത്തത്. ദാ ഇപ്പോൾ അനിയത്തിയെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പത്മജ എന്നൊരു സഹോദരി തനിക്കില്ലെന്നാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. സഹോദരി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിലുള്ള അരിശമാണ് ഈ തള്ളിപ്പറയലിന് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അന്നു മുതൽ മുരളീധരനും പത്മജയും അടികൂടാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. ഒരേ പാർട്ടിയിലാണെങ്കിലും ഇരുവരും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത വ്യക്തികളെ പോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. സ്വന്തം അച്ഛന് പോലും ഒരു സമാധാനവും കൊടുത്തിരുന്നില്ല ഈ രണ്ടു മക്കളും. ഇപ്പോൾ മകൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്വന്തം അച്ഛൻ്റെ പേര് പോലും കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ അന്ന് മുരളീധരൻ പണ്ട് കരുണാകരനെ ഇനി മുതൽ എൻ്റെ അച്ഛനല്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. അച്ഛൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയതിലുള്ള കലിയായിരുന്നു അന്ന് ആ വിടുവായുത്തം പറയിപ്പിച്ചത്. സോണിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അമൂല്യം പട്ടേലെന്നും ആക്ഷേപിച്ച് സുഖം കണ്ടിരുന്ന കാലമായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ കിങ്ങിണിക്കുട്ടൻ. മുരളീധരൻ എന്ന ചതിയൻ്റെ തനി രൂപം കണ്ടത് ചാരക്കേസിലാണ്. കരുണാകരനെ പുറത്താക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചനയായിരുന്നു ചാരക്കേസ് എന്ന് കരുതുന്നവരാണ് ഏറെയും. കരുണാകരനെയും ഞങ്ങളുടെ കുടുംബത്തെയും തകർക്കാൻ ചില രാഷ്ട്രീയർ ഗൂഢാലോചനയാണ് ചാരക്കേസെന്നും സജീവ രാഷ്ട്രീയത്തിലെ 5 കോൺഗ്രസ് നേതാക്കളാണ് ഇതിനു പിന്നിലെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കരുണാകരനെ അട്ടിമറിക്കാൻ KPCC സെക്രട്ടറി AM ഷാനവാസിന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തിയെന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം താനും അതിൽ പങ്കെടുത്തിരുന്നതായി ചെറിയാൻ ഫിലിപ്പും വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ തികച്ചും പിതൃശൂന്യത്വവും ചതിയുമായിരുന്നു മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നതിന് ഉദാഹരണമാണ് കുറ്റവിമുക്തനായ നവി നാരായണന് തിരുവനന്തപുരത്ത് നടന്ന സ്വീകരണ ചടങ്ങ്. തുടക്കം മുതൽ ചാരക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടെടുത്തത് കർമ്മവേദി എന്ന സംഘടനയാണെന്നാണ് സ്വീകരണം ഒരുക്കിയത്. G മാധവൻ നായർ, മുരളീധരൻ, കോടിയേരി ബാലകൃഷ്ണൻ, O രാജഗോപാൽ, CK നാണു, KK രാമചന്ദ്രൻ മാസ്റ്റർ, ചെറിയാൻ ഫിലിപ്പ്, സക്രിയ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷേ മുരളീധരൻ പങ്കെടുത്തിരുന്നില്ല. കാരണം കർമ്മവേദി പ്രസിഡന്റ് പാലോട് സന്തോഷ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നവി നാരായണനാണ് സ്വീകരണം നൽകുന്ന പരിപാടിയുടെ അന്തിമ രൂപം നൽകിയത്. മുരളീധരന്റെ സാന്നിധ്യത്തിലാണ് തലേന്ന് പരിപാടിയെക്കുറിച്ച് തിരക്കിയത്. പക്ഷേ പരിപാടിയിൽ എത്തിയില്ല. ഫോൺ വിളിച്ചപ്പോൾ എടുത്തതുമില്ല. ഉമ്മൻചാണ്ടിയാണ് അന്ന് ഭരിക്കുന്നത്. സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം വരുമെന്ന് അറിയാമായിരുന്നതിനാൽ ബോധപൂർവം വിട്ടുനിന്നതാകാമെന്നും മരിച്ചുപോയ അച്ഛനേക്കാൾ ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിൽ തനിക്ക് ആവശ്യമെന്ന ബോധ്യമായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നത്. ഇതായിരിക്കാം അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു കാരണം. ഇതാണ് പറയുന്നത് ശരിക്കുമുള്ള പിതൃശൂന്യത എന്ന്. കിങ്ങിണിക്കുട്ടൻ്റെ ചതിയുടെ കഥകൾ ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതെല്ലാം ഇനി പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.